എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അക്ഷരമുറ്റം ക്യൂസ് സബ് ജില്ലാതലം. LP തലം പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്കുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക. നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ തുണിമില്ലുകളുള്ളത് എവിടെയാണ്? ഉത്തരം തമിഴ്നാട്. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ്? ഉത്തരം 1856 ആഗസ്റ്റ് 20 ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ? ഉത്തരം അയ്യങ്കാളി. വിദ്യാപോഷിണി എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ളത്? ഉത്തരം മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയും. മലയാള സാഹിത്യത്തിലെ ആദ്യ നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവാര്? ഉത്തരം O. ചന്തുമേനോൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഉത്തരം ക്യൂബ. ഏറ്റവും കൂടുതൽ സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ജനീവ. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഉത്തരം ആഡം സ്മിത്ത്. നാടകവേദിയെപ്പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയതാരാണ്? ഉത്തരം കൈനിക്കര കുമാരപ്പിള്ള. വേലുത്തമ്പിദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്ന മണ്ണടി ഏത് ജില്ലയിലാണ്? ഉത്തരം പത്തനംതിട്ട. വയനാട് ജില്ലയിലെ പ്രസിദ്ധമായ ശിലായുഗ ഗുഹകൾ ഏതാണ്? ഉത്തരം എടയ്ക്കൽ ഗുഹകൾ. രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ച വർഷം ഏത്? ഉത്തരം 1941. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന അമ്പലപ്പുഴ ഏത് ജില്ലയിലാണ്? ഉത്തരം ആലപ്പുഴ ജില്ല. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നതെവിടെ? ഉത്തരം തിരൂർ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? ഉത്തരം അവകാശികൾ. ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ജോർജ് വാഷിങ്ടൺ. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയതാര്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. വിക്ടോറിയ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ വനിതയാര്? ഉത്തരം കർണം മല്ലേശ്വരി. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതി ഏത്? ഉത്തരം രാജീവ് ഗാന്ധി ഖേൽരത്ന. പാലിയം സത്യാഗ്രഹം നടക്കുമ്പോൾ അന്തർജന സമാജത്തിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ആര്യ പള്ളം. സ്വരാജ്, സ്വദേശി തുടങ്ങിയ പദങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് സമ്മാനിച്ചത് ആര്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. മലബാർ കലാപത്തിൻ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യം ഏത്? ഉത്തരം ദുരവസ്ഥ. രോഗബാധിതനായി റെയിൽവേ സ്റ്റേഷനിൽ വീഴുകയും ഒടുവിൽ സ്റ്റേഷൻ മാസ്റ്ററുടെ വീട്ടിൽ വെച്ച് മരിക്കുകയും ചെയ്ത വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരനാര്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഇത് ആരുടെ വരികൾ? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. താഴെ പറയുന്നവരിൽ ഒരാളുടെ രചനാ മാധ്യമം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ആരുടെ? ONV, സുഗതകുമാരി, T. പത്മനാഭൻ, ആറ്റൂർ രവിവർമ്മ. ഉത്തരം പത്മനാഭൻ.